ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അതോടൊപ്പം ശോഭ മുതൽ പവർ ഹൗസ് വരെയുള്ള PMDC റോഡിന്റെ നിർമ്മാണവും അതോടൊപ്പം അർക്കളം ഗ്രാമപഞ്ചായത്ത് നടത്തവരുന്ന ഈ വർഷം ഈ സാമ്പത്തിക വർഷത്തിൽ നടത്തി വരുന്നതും ഇനി പുനരാരംഭിക്കാനിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും എല്ലാം നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതിനെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നേതൃത്വം നൽകിക്കൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ മൂലമറ്റം കോട്ടമല റോഡിന്റെയും അർക്കളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെയും ഈ PMDC റോഡിന്റെയും ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷത അലങ്കരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയനായ ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. ഈ റോഷി അഗസ്റ്റിനോടുള്ള ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സ്ഥലത്തേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊണ്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാസ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന മുഖ്യ അതിഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തക പഞ്ചായത്ത് മെമ്പർമാര് അടക്കം എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കളെ, എല്ലാവരുടെയും പേരെടുത്ത് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും പേരെടുത്ത് സംബോധന ചെയ്തതായി കാണണം എന്ന് അഭ്യർത്ഥിക്കുക. മൂലമറ്റം കോട്ടമല റോഡ് 65 വർഷക്കാലമായി അറക്കളത്തെയും പരിസര പ്രദേശത്തെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണെന്ന് എല്ലാവർക്കും അറിയാം. ദീർഘകാലമായി ഈ റോഡിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ റോഡ് യാഥാർത്ഥ്യമാകണമെന്ന ആഗ്രഹം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിലില്ല. എറണാകുളത്തിന് തേക്കടിക്ക് പോകണമെങ്കിൽ 2-3 റൂട്ടുകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 40 കിലോമീറ്റർ വരെ ഏറ്റവും കുറഞ്ഞത് അകലം കുറവ് വരുന്ന റൂട്ടാണ് മൂലമറ്റം ആശ്രമം വഴി ഈ കരിപ്പുന്ന റോഡ്. തൊടുപുഴ പട്ടണത്തിലേക്ക് ഈ വഴി ബസ് സർവീസ് ഭാവിയിൽ ആരംഭിക്കും. ഇപ്പൊ തന്നെ ആശ്രമത്തിൽ നിന്ന് പാലായിക്ക് കൊട്ടാരമറ്റം ബസ് ഓടുന്നുണ്ട്. ഈ കുനിഷ്ഠ ബുദ്ധികളൊക്കെ ഉള്ളവരെന്ന് മാറ്റിവെച്ച് എല്ലാ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം വിനിമയം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടകൻ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, വലിയ പോസ്റ്റായിട്ടുള്ള പ്രിയപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ കുന്നേൽ, ടോമി കുന്നേൽ, ശ്രീ സുനിൽ സെബാസ്റ്റ്യൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയെ പ്രിയപ്പെട്ടവർ, ഈ സാമ്പത്തിക വർഷത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന പദ്ധതികളെ കുറിച്ച് പ്രിയപ്പെട്ട ശ്രീ KL ജോസഫ് സൂചിപ്പിക്കുകയുണ്ടായി. മൂലമറ്റം അറക്കളം പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ പ്രദേശം ഒട്ടേറെ സാധ്യതകളുള്ള ഒരു പഞ്ചായത്ത്. നമ്മളതിനെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. പിന്നീടാണ് മൂലമറ്റം എന്ന കോട്ടമല റോഡ്, മൂലമറ്റം പുള്ളിക്കാനം റോഡ്. പുള്ളിക്കാനം റോഡാണെങ്കിലും മൂലമറ്റം പുള്ളിക്കാനം റോഡാണെങ്കിലും അതോടൊപ്പം ഇപ്പൊ ഈ കോട്ടമല റോഡ് കൂടെ വരുന്നതോടുകൂടി ഈ മൂലമറ്റം എല്ലാം കൂടെ കൂടുതൽ സംഗമ കേന്ദ്രമായി മാറുകയാണ്. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ട്രാഫിക് ഇപ്പോൾ തന്നെ ആരംഭിക്കൊണ്ടെന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം. ഈ റോഡിന്റെ പ്രാധാന്യത്തെ കണ്ടുകൊണ്ട് തന്നെ ഇത് മന്ത്രിസഭാ യോഗത്തിൽ എത്തിക്കുന്നതിനുള്ള പരിശ്രമം ഞാൻ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ റിയാസ് മിനിസ്റ്ററോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിച്ചു. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടായിട്ടുള്ളത് മാത്രമല്ല, ദീർഘദൂരമായി യാത്ര വരുന്ന ആൾക്കാർ ഗൂഗിളിലിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ റൂട്ടിൽ കൂടിയാണ് മിക്കവാറും റൂട്ട് കാണിക്കുന്നത്. പല ആൾക്കാർ ആ മോളിൽ പോയി തിരിച്ചു പോയി. അങ്ങനെ പല സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ടൂറിസത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഭാഗ്യവശാൽ ടൂറിസത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി ഒന്ന് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം പ്രത്യേകിച്ച് ബോധ്യപ്പെടാനായിട്ടും കഴിയും. അങ്ങനെ ഞാൻ നോട്ട് തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തു, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകി, അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് മന്ത്രിസഭാ യോഗത്തിന് വന്ന ആ മന്ത്രിസഭാ യോഗത്തിന് ഉടനെ പ്രാധാന്യം ഞാൻ വിവരിച്ചതിന് സമർപ്പത്തിൽ ഓർക്കുക. ഏതാണെങ്കിലും ഗവൺമെന്റ് അത് അംഗീകരിച്ചു. ആ നിലയിലാണ് ഇപ്പോൾ നമുക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു പ്രശ്നം ഇതെന്ന് ആരംഭിക്കുന്നുള്ളതാണ്. ഇത് ആരംഭിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് വളരെ പെട്ടെന്ന് തീർക്കാമെന്നാണ് നമ്മുടെ ആവശ്യം. ഞാൻ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഇപ്പോൾ സംസാരിച്ചു. ഈ ആഴ്ച തന്നെ റോഡിന്റെ പണി ആരംഭിക്കണം. ഈ ആഴ്ച തന്നെ വളരെ പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതിന് സഹായകമായ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ നടത്തി കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വ്യക്തിയുമായി എഗ്രിമെന്റ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച് മുഖാന്തരമായിട്ടാണ് നമ്മൾ തീരുമാനം കൈക്കൊള്ളുന്നത്. അപ്പൊ മൂലമറ്റത്തുള്ള അശോക കവലിനും മൂലമറ്റം വരെയുള്ള റോഡാണ്. അത് നിലവാരമുള്ള റോഡായി PMDC നിലവാരത്തിൽ പണിയാണ്. അപ്പൊ പോയതിനു വേണ്ടി അശോകയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ ഇടവശത്ത് കൂടെ കട്ടിങ്ങായി നിൽക്കുന്ന പ്രദേശം ഇതെല്ലാം ഇതിന്റെ ഭാഗമായി പണിയണം.
അതൊക്കെ ഇതിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ BMC നിലവാരത്തിൽ പോരാട്ടം വരെ കൂടി പൂർത്തിയാക്കി. ഇവിടുന്ന് കോട്ടമലയിലേക്കുള്ള റോഡ് തീരാനുള്ള ഭാഗം മണ്ഡലങ്ങളിൽ തീർക്കുകയും അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള ഭാഗം ഒരുമിച്ച് തീർത്തുകൊണ്ടൊക്കെ സ്ട്രക്ചറായി തീർക്കുന്നതിനാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്. ഞാനിന്ന് പശുപാലയിൽ നിന്ന് ഈ വഴിയാണ് കോട്ടമല വഴിയാണ് ഇറങ്ങി വന്നിരുന്നത്. രാവിലെ കൂടുതലായിരുന്നു. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ വഴിയാണ് ഞാൻ കടന്നു വന്നത്. ആ റോഡൊന്ന് കാണാനും അതിന് ഭാഗത്തുള്ള ശ്രമിച്ചു നേരത്തെ പോയിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് എത്തിയാവുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. വളരെ പെട്ടെന്ന് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഈ റോഡിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇത് മാത്രമല്ല, നമ്മുടെ മൂലഘട്ടത്തിലുണ്ടാകേണ്ട ചില മാറ്റങ്ങൾ. ഇവിടെ നമുക്ക് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ നമ്മുടെ KSCB-യുമായി ബന്ധപ്പെട്ട് പോലെയുള്ള പവർ ഹൗസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മാറ്റങ്ങളാണ്. ഈ പവർ ഹൗസ് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കത് കാണണമെന്ന് നിർബന്ധം പറയാനായിട്ട് പറ്റത്തുമില്ല. പല ഘട്ടങ്ങളിലായി ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിൽപ്പെട്ട വെച്ചാൽ ആൾക്കാർ മാറ്റം അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലേസിലേക്ക് സന്ദർശകരെ അനുവദിക്കണം എന്നുള്ള നില സ്വീകരിക്കുന്നതും അത്ര ശരിയല്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം കാണാനും അനുഭവിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് രൂപപ്പെടുത്തി കൊടുക്കാന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് KSCB-യുമായി ആലോചിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി KSCB മിനിസ്റ്ററുമായിട്ടും കൂടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗിലുണ്ടായ ഒരു ധാരണയുടെ പശ്ചാത്തലത്തിൽ ഞാൻ അവരുടെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം, അതിനെ മിനിയേച്ചറിലൂടെ ഉണ്ടാകും. എന്തൊക്കെയാണോ ആ പവർ സിസ്റ്റം ഉള്ളത് അതെല്ലാം പൂർണ്ണ രൂപത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റത്തോടുകൂടി കാണാനും അതിൽ കയറി ഇറങ്ങി മനസ്സിലാക്കാനും എല്ലാം കഴിയത്തക്ക വിധത്തിലുള്ള പ്രവൃത്തി മൂലം അവർ തീരണം. അതിന് 3 ഏക്കർ സ്ഥലം വേണം. ആ 3 ഏക്കർ സ്ഥലം ഹൈഡൽ ടൂറിസം മുഖാന്തരം നടപ്പിലാക്കുന്നതിന് KSCB ഈ മെയിൻ റോഡുകൾ ചേർന്ന് തന്നെ വിട്ടുകൊടുക്കാമെന്ന് പത്രത്തിൽ അംഗീകരിച്ചു. ഇനി ഇതിന്റെ നോട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മീറ്റിംഗ് ഈ 15-ാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളന കാലഘട്ടത്തിൽ തന്നെ 2ാം ഘട്ടമായി വിളിച്ചു ചേർത്ത് ഇതിന്റെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള നടപടി കൂടെ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ മൂലമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ചരിത്രപരമായ ഒരു ഭാഗമായിരിക്കും. ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ വന്നിറങ്ങി പോകാൻ ഒരു ഭൂഗർഭ ജനറേഷൻ പ്രോജക്റ്റ് അത് കാണാനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള നേരിട്ടുള്ള അനുഭവം പോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കുള്ള ഒരു പദ്ധതി മൂലമറ്റ് എത്തിക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. ഇവിടെ വന്നാൽ ആ കേബിൾ കാറിൽ യാത്ര ചെയ്ത് നമ്മുടെ നാടുകളിലേക്ക് എത്താം. അതിനാവശ്യം വേണ്ടത് നല്ല നിലയിലുള്ള പഠനമാണ്. അതെങ്ങനെ എടുക്കാൻ പറ്റും, KSCB-യായിട്ട് വിഷയം വരുന്നുണ്ടോ, ഫോറസ്റ്റുമായി വിഷയം വരുന്നുണ്ടോ, വീട്ടുകാർക്ക് വിഷയം വരുന്നുണ്ടോ, എങ്ങനെയാണ് ലൈൻ പോകേണ്ടതെന്നൊക്കെ സംബന്ധിച്ചുള്ള പ്രാഥമിക പഠനം അതിനു വേണ്ടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രോജക്റ്റുകൾ കഴിയുന്നത്ര എത്തിക്കുന്നതിനും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിനും അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പൊതുവഴിയിൽ നിന്ന് വരുമ്പോൾ മുട്ട കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയം കാഞ്ഞാർ പാലമാണ്. ആ കാഞ്ഞാർ പാലത്തിന്റെ വീതി 2 വണ്ടി മാത്രം വരുമ്പോൾ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ചൂട് വരുന്നുണ്ട്. അപ്പോൾ അത് നടക്കാതെ വേണം. അതിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ എങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 വർഷം കഴിഞ്ഞ് പണം വെച്ചിട്ട് പിന്നീട് അതിന് തുക കൂട്ടി 4 കോടി രൂപയും കൊടുത്തു. ആ ടെൻഡറിൽ പങ്കെടുക്കാൻ ആളില്ല എന്ന് നല്ല മാറ്റി വെച്ച് ഇപ്പൊ വീണ്ടും അത് റിലീസ് ചെയ്ത് അതിന്റെ ഡിസൈൻ മാറ്റി ടെൻഡർ ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുക. ആ നില ഒരുപാട് പുതിയ ആൾക്കാർ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പണത്തിന്റെ കുറവുകൊണ്ടല്ല, എല്ലാം അന്വേഷിക്കാൻ പറ്റുന്ന നാടിന്റെ സ്ഥിതി അനുസരിച്ച് നോക്കിയാൽ വിവരാവകാശ നിയമം വെച്ച് നോക്കിയാൽ പോലും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ പണം കൊടുത്താലും കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന സ്ഥിതി ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. അത് പരിഹരിക്കലാണ് മാർഗം. അതിനുവേണ്ടി ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അവരിലൂടെ ടെൻഡർ വിളിച്ച് ഈ പുതിയ പ്രോജക്ടിന്റെ ഡിസൈൻ അപ്രൂവ് ചെയ്തത് നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യത്തിലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെ മൂലമായിട്ടുള്ള ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സ്വന്തമായി കിട്ടിയ സ്ഥലത്തേക്ക് കെട്ടിടം നടത്തിക്കാൻ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. എന്നാൽ സബ് രജിസ്ട്രാർ ആഫീസും അവിടെ രാഷ്ട്രീയ ആഫീസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിന്റെ പുതിയ കെട്ടിടം പണിയണമെങ്കിലും നമുക്ക് ആവശ്യമായ സ്ഥലം KSCB-യുടെ തന്നെ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ ഒരു ശ്മശാനം.
ഒരു ഇലക്ട്രിക് സ്പെഷ്യാലിറ്റിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു സ്ഥലം ലഭ്യത കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പാതി കണ്ട് പരിഹരിക്കാൻ സാധിച്ചില്ല. അതിനും KSCB ആശ്രയിച്ച് മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഒരു മീറ്റിംഗ് ഈ 15-നും 25-നും ഇടയ്ക്കായി തിരുവനന്തപുരത്ത് ചേരും. ബഹുമാനായ മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ അക്കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം AKG തൂക്കുപാലത്തിന്റെ സമീപത്ത് ഒരു കോൺക്രീറ്റ് ബ്രിഡ്ജ് ഉണ്ടാകുന്നതാണ്. വേറെ നാട്ടിലെ ആഗ്രഹമായിരുന്നു. ആ കോൺക്രീറ്റ് ബ്രിഡ്ജ് നമുക്ക് നാടിന്റെ ആവശ്യം കൂടിയാണ്. അതിനാവശ്യമായ പണം ഞാൻ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചത് മാത്രമല്ല, എനിക്ക് നൽകാൻ കഴിയുന്ന 20% പ്രൊഫഷനിൽ തന്നെ പെടുത്തി അതിന്റെ പണം അനുവദിച്ചു കൊടുത്തു. 6-7 കോടി രൂപ കൊടുത്ത് അതിന്റെ ഡിസൈനെല്ലാം തയ്യാറായി. നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടമാണ്. ചെറിയ തടസ്സങ്ങൾ അതെല്ലാം ജില്ലാ കളക്ടറുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞാൽ AKG പാലവും പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. ടൂറിസം രംഗത്ത് ഉണ്ടാകേണ്ട മറ്റു കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് KSRTC. മൂലമണ്ഡലത്തെ KSRTC ഉണ്ട്. ഇടുക്കിയിൽ പോലും KSRTC ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എത്രയോ കാലം മുമ്പേ അവനോട് കൂടി ചെയ്ത വളരെ പഴയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൂർവികരായ നേതാക്കന്മാരുടെയും എല്ലാം ചരിത്രപരമായ പശ്ചാത്തലമുള്ള സ്ഥലമാണ് മൂലമണ്ഡലം. അപ്പൊ KSCBയുടെ ഒരു സാന്നിധ്യം ഒരു കാരണമായി വന്നതെന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അപ്പൊ അത് വളർച്ചയുടെ കട്ടെത്തിയപ്പോൾ നമുക്ക് ഈ ആവശ്യം വേണ്ട വ്യക്തി വളർച്ചയ്ക്ക് ഇനി അവരുടെ സഹായത്തിന് വേണമെന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ. KSRTCക്ക് വേണ്ടി നിലനിൽക്കുന്ന ബസ് സ്റ്റാൻഡ് അതിന്റെ റെനോവേഷൻ വർക്കുകൾക്ക് വേണ്ടി അതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് അറിയാം, പൂർണ്ണമായും തകർന്നു പോയത്. അതെല്ലാം തന്നെ ബലവത്തായി കിട്ടി. 55 ലക്ഷം രൂപ കോടി മുടക്കിയാണ് ആ നിർമ്മാണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ മഴക്കാലത്ത് പോലും 2 വർഷം മുമ്പ് ഈ കച്ചാർ തീരം മുഴുവൻ പോയി. രാത്രിയും പകലും പൊതുപ്രവർത്തകരും നാട്ടുകാരും പതിയാക്കുമ്പോഴെല്ലാം വളരെ വിഷമിക്കുന്നത് ഞാൻ തന്നെ രാത്രി മുഴുവനുണ്ടായിരുന്നു അവിടെ. അതിന് പരിഹാരമുണ്ടാക്കണം ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഏതാണ്ട് 2-3 കോടി രൂപയുടെ കോടി മുടക്കി ആ തീരം മുഴുവൻ ഇപ്പം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ മൂലമണ്ഡലത്തിന്റെ പൊതുവിലുള്ള മാറ്റത്തിന്റെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നാലാ കാര്യങ്ങളുണ്ടായ ബുദ്ധിമുട്ടുകൾ ശാശ്വതമായി പരിഹരിക്കലാണ് നമ്മൾ നടത്തിയത്. ഇപ്പൊ KSRTC നവീകരണത്തിന് വേണ്ടി വരുന്നത് നല്ല നിലയിൽ ചെയ്യാൻ ബസ് സ്റ്റാൻഡ് ക്രമപ്പെടുത്തണം, അതിന്റെ ഷെഡ് ക്ലിയറാക്കണം, പാർക്കിംഗ് ഏരിയ ക്ലിയറാകണം, ചുറ്റുമതിൽ ശരിയാകണം. അതെല്ലാം ചെയ്യാൻ വേണ്ടി KSRTCക്ക് 5 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ട് കൊടുത്തത്. അതിന്റെ നിർമ്മാണവും താമസിയാതെ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ KSRTC നവീകരിക്കപ്പെടുന്നതോടുകൂടി തന്നെ നല്ല സർവീസുകൾ നമ്മൾ ആരംഭിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം ഇടുക്കിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഇടുക്കിയിൽ മാറ്റം നടക്കും. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, BSc മെഡിസിൻ കോളേജ്, പോളിടെക്നിക്, IHRD കോളേജ്, അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെച്ചു നിൽക്കുന്ന ഒരു പ്രദേശത്തുനിന്ന് KSRTC കൂടി ആരംഭിക്കുന്നത് ദീർഘദൂര സർവീസുകൾക്കൂടെ കുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പരിഹാരമായി KSRTC ഈ വരുന്ന പുതുവത്സരത്തോടു കൂടി ഇടുക്കിയിൽ നിന്നും പുതിയ KSRTC സർവീസുകൾ ആരംഭിക്കുന്ന സർവീസ് സെന്റർ ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ മൂലമറ്റവും ഇടുക്കിയും കട്ടപ്പനയും 3 പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറും. നമുക്ക് കുറെ കൂടി സഹായകമായ റൂട്ടുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൂടി കുറെ വണ്ടികൾ വ്യാപിപ്പിച്ച് ഓടാനായിട്ടുള്ള സ്ഥിതിവിശേഷം അതിന്റെ ഭാഗമായിട്ട് വരും. നമുക്ക് കട്ടപ്പനയിൽ ഇന്ന് കോളേജുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ഒരു ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരളത്തിൽ ഒരു കോളേജ് ആ നിലയിൽ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ കോളേജ് ആരംഭിച്ചത് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിലെ നാടുകാണിയിലാണ് ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ച് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ തലത്തിലും ഓരോ മേഖലയിലും മാറ്റങ്ങൾ ദൃശ്യമാകുന്ന സ്ഥിതിയാണുള്ളത്. ഈ വർഷം തന്നെ കഴിയുമെങ്കിൽ കട്ടപ്പനയിൽ ഒരു ലോ കോളേജ് കൂടെ തുടങ്ങാനുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചു വരികയാണ്. നിയമ പഠനത്തിനുള്ള സാധ്യതയും കൂടി ഇടുക്കിയിൽ സാധ്യമാക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസന കാര്യത്തിൽ, പൊതുവായ വിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, പുതിയതായ ക്രമപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ തടസ്സമുള്ള വിഷയങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഓരോ നടപടികളും ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു വരികയാണെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ പദ്ധതികൾ ഞാൻ ഈ നോട്ടീസ് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. നമ്മളെ കാണുന്നതൊക്കെ വ്യത്യസ്തമായിട്ടാണ്. ഓരോ വാർഡുകളെയും അതിന്റെ പ്രാധാന്യം അർഹിക്കത്തക്ക വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അവരുടെ പ്ലാൻഫണ്ടിൽപ്പെടുത്തി വിവിധ പഞ്ചായത്ത് വാർഡുകളെ നടപ്പിലാക്കാനായി തീരുമാനിച്ച് ഉയർന്ന പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമായി നേതൃത്വത്തിൽ എളുപ്പമാകുന്നത് കൊണ്ട് മാത്രമാണ്. ആ നിലയിൽ ധാരാളം പദ്ധതികൾ
ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ നല്ല കാര്യക്ഷമതകളാണ് മുന്നോട്ട് വരുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം ഉറപ്പായിട്ടുണ്ട്. ഈ നാടിന്റെ സർവതോന്മുഖമായ മാറ്റത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പോരായ്മകളുണ്ടെങ്കിൽ ഇനിയും പരിഹരിക്കാൻ നല്ല കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക നമ്മുടെ നാട്ടിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിൽ. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു. ആദ്യം മീറ്റിംഗ് താലൂര്, പിന്നെ കൊണ്ടോട്ടി, പിന്നെ പെരിന്തൽമണ്ണ, ലാസ്റ്റ് കോട്ടക്കലിൽ നിന്നാണ് ഞാൻ ആദ്യം തിരിച്ചു പോകുന്നത്. ആ 3 പഞ്ചായത്തിലും 100% കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയോജിത പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുള്ള നടപ്പിലാക്കാനായിട്ട് കൊണ്ടുവന്നൊരു സ്കീമാണ്. നമ്മുടെ സംസ്ഥാനത്ത് എത്ര വേണ്ട ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. കേരളത്തിലെ പുതിയ അത്രത്തോളം ഒരു ഫണ്ട് കൊടുക്കാൻ പ്രായോഗികമായി എളുപ്പമാണോ എന്ന് ആലോചിച്ചാൽ ബുദ്ധിമുട്ടാണ് കാണുന്നത്. 44,000 കോടി രൂപയുടെ പദ്ധതി കേരളത്തില് ഇത് പൂർണ്ണമാകുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം 22,000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കും. അതിൽ 15% പഞ്ചായത്ത്, 10% ഗുണഭോക്താവ്. പക്ഷെ ഗവൺമെന്റ് ആലോചിച്ചു, നമ്മുടെ നാട്ടിൻപുറത്ത് പ്ലാൻ ഫണ്ട് ചെലവഴിക്കാൻ കഴിയുന്നതിൽ ഓൺ ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുന്ന പഞ്ചായത്തുകൾ പരിശോധിച്ചപ്പോൾ വളരെ പരിമിതമാണ്. അപ്പൊ 150 കോടി പഞ്ചായത്തിൽ കൊടുത്താൽ അതിന് 15% പറയുന്നത് എത്ര കോടി രൂപ മാറ്റിവെക്കേണ്ടി വരും? അതായത് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് പഞ്ചായത്തിന്റെ വിഹിതവും ഗുണഭോക്താക്കളുടെ വിഹിതവും കൂടി ഇപ്പൊ ഗവൺമെന്റ് തന്നെ മുടക്കുന്ന ലെവലിലാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിപൂർണതയിലേക്ക് എത്തൂല്ലേ? നമ്മുടെ നിയമസഭാ മണ്ഡലത്തില് ഇതിന് പ്രാധാന്യം ഉണ്ടാകും. നല്ല കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കുടിവെള്ളത്തെ കുറിച്ച് അങ്ങനെ വലിയ ബോധനം ഉണ്ടായിട്ടില്ല. കാരണം ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണല്ലോ കേരളം. 44 നദികള്, പുഴകള്, തടാകം, അരുവി, നീർച്ചാല്, ഇവിടെ വൈദ്യുതി ഉത്പാദനം ഉള്ളതുകൊണ്ട് ഏത് സമയത്തിനെതിരെ വെള്ളം ഒഴുകുന്നു. പക്ഷെ കുടിവെള്ളത്തിന്റെ ലഭ്യതയെടുത്ത് പരിശോധിക്കുമ്പോൾ ഭൂഗർഭജലം പരിശോധിച്ചാൽ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ എടുത്ത് പരിശോധിച്ചാൽ ഉപരിതല വെള്ളം എല്ലാം കാണുന്നത് മനുഷ്യ വിസർജ ഘടകമുള്ളതായിട്ടാണ്. അപ്പൊ നല്ല നിലയിൽ ട്രീറ്റ് ചെയ്ത് വെള്ളം കൊടുത്തില്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനത്തോടുത്താണ് ഈ പദ്ധതി ഏറ്റെടുത്തത്. നല്ല ശതമാനം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിലാണ് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പൊ കേരളത്തില് 17 ലക്ഷം എന്നുള്ള കുടുംബത്തിന്റെ സ്ഥാനത്ത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം 44 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു. ഇനി 30 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിയാൽ മതി. അതിനൊക്കെ പ്രത്യേകമായി എത്തേണ്ട സ്ഥലമാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശം. ഇടുക്കിയിലെ കാര്യത്തിലും മലയോര പ്രദേശത്തും വാട്ടർ അതോറിറ്റിയുടെ സ്കീംസ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ നടത്തുന്നത് 760 കോടി രൂപയാണ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം. ആ നിലയിൽ ബൃഹത്തായ പദ്ധതി പൂർത്തീകരണത്തിന്റെ പാതയിലേക്ക് എടുക്കുക. അപ്പോഴാണ് കോൺട്രാക്ടേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായി. 4,000 കോടി രൂപ കോൺട്രാക്ടേഴ്സിന് കേരളം ഒട്ടാകെ വന്നപ്പോൾ കുടിശ്ശികയായി. അപ്പൊ പാതി ഗവൺമെന്റ് തരണം, പാതി കേന്ദ്രം മുടക്കും. പക്ഷെ ആ നില ബുദ്ധിമുട്ട് വന്നപ്പോൾ പണി തടസ്സപ്പെടാതിരിക്കാനാണ് നബാർഡിന്റെ ലോൺ എടുക്കാൻ തീരുമാനിച്ചു. ലോൺ ലഭ്യമാക്കി കഴിഞ്ഞ ക്യാബിനറ്റ് അംഗീകരിച്ചു. അതോടുകൂടി അവര് ഉഷാറായി. വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ദ്രുതഗതി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വീട്ടിലും വ്യാപകമില്ലാതെ വേനൽക്കാലത്തും മഴക്കാലത്തും ട്രീറ്റ് ചെയ്ത് വെള്ളം കിട്ടിയാൽ കുടുംബജീവിതത്തിന്റെ ഭാരം 80% പരിഹരിച്ചു. സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് സഹായമാവുന്ന ബലമാണ്. അങ്ങനെ ധാരാളം പദ്ധതികൾ ഞാനതൊന്നും പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവിധമായ ആശംസകൾ ഞാൻ നേരത്തെ ബഹുമാനായ മന്ത്രി ശ്രീ റിയാസ്. മാത്രമല്ല, ഈ വരുന്ന ഒക്ടോബർ മാസം നമ്മുടെ ജില്ലയിലാണ് കേരള സംസ്ഥാനത്തൊട്ടാകെ സെമിനാറുകൾ ഓർഗനൈസ് ചെയ്യുക. നമ്മുടെ ജില്ലയിൽ 2 സെമിനാറുകളാണ്. ഒന്ന് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷനും വാട്ടർ അതോറിറ്റിയും ഗ്രൗണ്ട് വാട്ടറും ഉൾപ്പെടുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള ഒരു സെമിനാർ ഇടുക്കി ജില്ലയിലാണ്. അത് വാട്ടർ റിസോഴ്സിന്റെ കേരള ഒട്ടാകെയുള്ള സെമിനാറാണ് നടക്കുന്നത്. അതോടൊപ്പം കേരള ഒട്ടാകെയുള്ള ടൂറിസത്തിന്റെ സെമിനാർ നടത്തുന്നതും ഇടുക്കി ജില്ലയിലാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ടൂറിസത്തിന്റെ പ്രാധാന്യം സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടാൻ കിട്ടുന്ന നല്ലൊരു അവസരമായി വരികയാണ്. മുഖ്യമന്ത്രിയും മറ്റിതര മന്ത്രിമാരും ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന നഗര മനസ്സിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും നമ്മുടെ ജില്ലയ്ക്ക് കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യം രൂപപ്പെടുത്താനുള്ള
തയ്യാറെടുപ്പിന്റെ ഭാഗമായി നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. ആ നിലയിലെല്ലാം വിദ്യാഭ്യാസ രംഗത്തും സർവോപരി ആരോഗ്യ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദൃശ്യമാക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലയിലെ പ്രധാന പ്രശ്നമായ നൂലുമട്ടം കോട്ടമല റോഡ് ഞാൻ 2001 കേൾക്കുന്ന കാലം മുതലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിനെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടിയുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരും ഇവിടെ ശ്രീ ജോസഫ് സൂചിപ്പിച്ചതുപോലെ ആരും അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നിട്ടില്ല. ഒരു പാർട്ടിയും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല, ഒരു മുന്നണിയും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല. പക്ഷെ അതിനകത്ത് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലായിട്ട് വന്നു. ഇതെല്ലാം സംയോജിപ്പിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഗവൺമെന്റ് കാര്യത്തിൽ പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗം ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് ക്യാബിനറ്റിൽ വെക്കാൻ അനുമതി തന്നു എന്നുള്ളത് തന്നെ സ്നേഹം നിറഞ്ഞ മുഖ്യമന്ത്രിയോടുള്ള നന്ദി കൂടി ഞാൻ ഈ യോഗത്തിൽ വെച്ച് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാടിന്റെ പൊതുവികാരത്തെ മാനിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ റോഡ് നിർമ്മാണത്തിൽ നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏവരുടെയും സാന്നിധ്യത്തിലെ സന്തോഷത്തിൽ കൂടി ഏവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. കുടുംബശ്രീ യൂണിറ്റ് മെമ്പർമാര്, ഹരിതശ്രീ ഹരിതകർമ്മസേനായിൽപ്പെട്ടവര്, സർവോപരി എല്ലാവരുടെയും വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം നടത്തി സംസാരിക്കുവാൻ ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മൾ ഓൺലൈനായി സംസാരിക്കും കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. ശബരിമല പാക്കേജ് ഉൾപ്പെടുത്തി 6,80,00,000 രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. ശബരിമല യാത്രികർക്കും കാർഷിക ടൂറിസം മേഖലകൾക്കും ഒരുപോലെ ഗുണകരമായൊരു പദ്ധതിയാണ്. നാടിന്റെ വികസനത്തിന് പശ്ചാത്തല വികസന മേഖലയുടെ വികസനം അനിവാര്യമാണെന്ന് നമുക്കറിയാം. നല്ല റോഡും നല്ല പാലവും ഉണ്ടെങ്കിൽ നാട്ടിൽ വലിയ മാറ്റം സാധ്യമാക്കാനുണ്ട്. ഇടുക്കി നിയോജക മണ്ഡലം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ഈ നാട്ടിൽ റോഡും പാലവും ഒക്കെയായി വലിയ വികസനം ശ്രീ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സാധ്യമായി. പശ്ചാത്തല വികസന മേഖലയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം മന്ത്രി ആയി നിലകൊള്ളുമ്പോൾ MLA എന്നുള്ള നിലയിൽ വലിയ ഇടപെടലാണ് പൊതുവെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കൂടി വികസനം സാധ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ 9 വർഷത്തിലധികമായി LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വലിയ കുതിപ്പാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മാത്രം 8000 കിലോമീറ്ററിലധികം റോഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് നവീകരിച്ചു. 13,000 കോടിയിലധികം രൂപ നവീകരണത്തിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിച്ചു. മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ 1200ഓളം കിലോമീറ്ററാണ്. കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പ് മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മാറും. ഇപ്പോൾ തന്നെ പല റീച്ചുകളുടെയും പ്രവൃത്തി പൂർത്തീകരിച്ചത് വലിയ ആവേശം ആണ് പൊതുവെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പശ്ചാത്തല വികസന മേഖലയിൽ ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് BMNBC. 60% റോഡ് എന്ന് BMNBC ആയി. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇടുക്കി നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രീ റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രി ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ടൂറിസം മേഖലയും അതുപോലെ തന്നെ പൊതുമരാമത്ത് മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ നിന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ നടത്തും. ശബരിമല പാക്കേജുകളിൽ റോഡുകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച സർക്കാരാണ് LDF സർക്കാർ. 4 വർഷം കൊണ്ട് മാത്രം 1107 കോടി 23 ലക്ഷം രൂപ ഈ സർക്കാർ ശബരിമല പാക്കേജിൽ റോഡ് പ്രവൃത്തികൾക്കായി അനുവദിച്ചു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇനിയും അത് ശക്തിപ്പെടുത്താം. നിങ്ങളെല്ലാവരുടെയും പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. 16/6/25 കാര്യാലയത്തിൽ അശോകം മൂലപ്പെട്ടതോട് 20 കൂടിയിട്ടുള്ളതാണ്. ആളുകൾ BMNBC നിലവാരത്തിൽ പുനർനിർമ്മിക്കുകയും മൂലമറ്റം കോട്ടമലറോഡ് മൺപാതയും മറ്റു പാതകളുമായിരുന്നത് 40 ചിട്ടിക്കാർക്ക് രൂപത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തതിലൂടെ ഈ ഭാഗത്തെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഒരു പുത്തൻ ഉറപ്പ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇടുക്കിയുടെ MLAയും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ലവണ്ണം നേതൃത്വം നൽകി ചെയ്തിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ അവர்கள், ബഹുമാനായ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ സ്വാഗതം ആശംസിച്ച
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിനോദ് KF, ശ്രീ KL ജോസഫ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജീശൻ നിർണാക്കുന്നേൽ, അഡ്വക്കേറ്റ് ജോയി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് സാറ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാര്, പൊതുപ്രവർത്തകര്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര്, സഹോദരന്മാര്, വളരെ വർഷങ്ങളുടെ ചരിത്രമുള്ള എല്ലാവരുടെയും വലിയ പിന്തുണയുള്ള ഈ പദ്ധതി ഇതോടുകൂടി അത് പണി പൂർത്തീകരിക്കുകയും നമ്മുടെ ജില്ലയുടെ സമഗ്ര വികസനത്തിന് കുതിച്ചുചാട്ടത്തിന് കാരണമാവുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രത്യാശിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന ധാരാളം ആളുകൾ അവർ സഞ്ചരിക്കുന്ന ഒരു പാതയാണ് കാൽനട പുള്ളിക്കാനം അല്ലെങ്കിൽ മൂലമറ്റ പുള്ളിക്കാനം. അതിനുശേഷം തുടർന്നും ഉപ്പുതറ വഴി കടന്നു പോകുന്ന ഒരു രീതിയാണുള്ളത്. മിക്കവാറും എല്ലാ റൂട്ടുകളും നല്ല കണക്ടിവിറ്റിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരു ടൂറിസം റോഡ് എന്നുള്ള തരത്തിൽ തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഈ റോഡ് മാറ്റപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ പ്രദേശത്തിന്റെ സമഗ്ര വളർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതികൾ ഉൾപ്പെടെ ഫേസ് 4മായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അതിന് സമർപ്പിക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അറക്കുളം പഞ്ചായത്തുമായി ധാരാളം റോഡുകൾ ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു സമയബന്ധിതമായ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി ധാരാളം കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീ വിനോദിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റത്തിന് വഴിതെളിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. നമ്മുടെ മേഖലയിൽ നിന്നുള്ള അതിന്റെ പ്രയോറിറ്റി റോഡായിട്ട് ഈ റോഡ് സെലക്ട് ചെയ്യാൻ അവസരം അവർക്ക് സ്വീകരിക്കും എന്ന് കൂടി ഈ സദസ്സ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ ഓടി ഞങ്ങളുടെ പഞ്ചായത്ത് വരുന്നതാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദികളും സദസ്യരുമുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആകർഷിക്കുന്ന വാഗമൺ ഉൾപ്പെടെ ഈ ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഏറ്റവും എറണാകുളം തൊട്ട് ഇടുക്കി ജില്ലയിലെ 2 താലൂക്കുകളെ, തൊടുപുഴ, പീരിമേട് താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ, ഏറ്റവും ചെലവ് കുറഞ്ഞ, ആളുകൾക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പോരാവുന്ന വലിയൊരു സംരംഭമാണ് ഇന്ന് മൂലമറ്റം കോട്ടമല റോഡിന്റെ നിർമ്മാണ പ്രക്രിയ വഴി ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ സന്തോഷത്തില് ഞാനും ഇടുക്കി ജില്ലയും പങ്കുചേരുന്നു. സഹോദരൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എംപിയുടെ സമിതിക്ക് വേണ്ടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, PMGC റോഡിൽ ഇപ്രാവശ്യം ലിസ്റ്റ് എടുത്തത് മൺറോഡ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അത് വലിയൊരു വിഷയമാണ്. തകർന്നു പോയ റോഡുകളും അത് എത്രയും പെട്ടെന്ന് അത് മുഴുവൻ റോഡുകളും എടുക്കുക ഒരു വലിയ അങ്ങയുടെ ഭാഗത്ത് വലിയൊരു നീക്കം അതിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മൂലമറ്റം കോട്ട റോഡിന്റെ നിർമ്മാണ രൂപത്തിന് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് ഏറ്റവും പ്രസന്നമായി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, മൂലമറ്റം കോട്ടമല റോഡ് യാഥാർത്ഥ്യമാക്കിയതിലുള്ള സന്തോഷം ഈ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അതാണ് ശ്രീ കൃഷ്ണൻ MLA ആണ്. മുന്നണിയിലാണെങ്കിൽ പോലും അദ്ദേഹം MLA ആയി ഇവിടെ നിൽക്കുന്ന സമയത്താണ് അത് കാൽനാവ് എലപ്പീഴ പൊടുത്തുന്ന റോഡ്. കാരണം അത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്, മറ്റു കാര്യങ്ങളാണ്. പക്ഷെ മേലുകാവ് മുതൽ എലപ്പീഴ പൊടുത്തുന്ന വരെയുള്ള റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കാൽനാവിൽ നിന്ന് ഈ റോഡ് പണിയാത്തത് കൊണ്ട് ഇപ്പൊ 100 കണക്കായിട്ടുള്ള ടൂറിസ്റ്റുകൾ മേലുകാവിൽ ചെന്നിട്ടാണ് എലപ്പീഴ പുറത്തേക്ക് വരുന്നത്. അത് കാൽനാവിന്റെയും അലക്കുളത്തിന്റെയും മൂലമറ്റത്തെയും കച്ചവടക്കാരുടെ അവർക്ക് കിട്ടേണ്ട വരുമാനത്തിൽ ഇരുട്ട് സംഭവിക്കുന്നുണ്ട്. നമുക്ക് 15 ലക്ഷം രൂപയുടെ പ്രശ്നമാണ്. ഈ ആഴ്ച തന്നെ ഫയൽ തിരുവനന്തപുരത്ത് കയറ്റാൻ പറഞ്ഞു. അടുത്ത ആഴ്ച അതിന് അനുമതി കൊടുക്കും. ആ റോഡും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണെന്ന വിവരം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുക. നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ ഒരു വളരെ വലിയ ആഗ്രഹമാണ്
മൂലമറ്റം കോട്ടമല റോഡിൻ്റെ പൂർത്തീകരണം എന്നുള്ളത്. അത് സാധ്യമാക്കാൻ പല പ്രശ്നങ്ങളുണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഫലപ്രദമായി നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഇടുക്കിയുടെ പ്രിയങ്കരനായ മന്ത്രി റോഡ് ഇടുക്കിയുടെ MP പ്രിയപ്പെട്ട കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യത്ത് വേദിയിലിരിക്കുന്ന പ്രമുഖരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ ഒരു നിമിഷമാണ് മൂലമറ്റത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ നാടിന്റെ വികസനം മാത്രം ചർച്ച ചെയ്ത് നമ്മുടെ നാടിന്റെ വികസനത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും ഭാവിയിൽ ഓരോ വികസന പ്രവർത്തനങ്ങളും നാടിനു വേണ്ടി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ അസോസിയേഷൻ വളരെ വിശദമായിട്ട് പല പരിപാടികളെ സംബന്ധിച്ച് വളരെ വികസന പദ്ധതികളെ സംബന്ധിച്ച് അറിയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ജലവിഭവ മന്ത്രി വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങള്, CDS അംഗങ്ങള്, ഹരിതകർമ്മസേന. MP-യുടെ ശ്രദ്ധയില് മൂലമറ്റത്ത് നിന്ന് എടാടിന് പാരലൽ റോഡായിട്ട് പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ ഒരു വഴിയുണ്ട്. അതും ഈ പറഞ്ഞ പദ്ധതിയിൽ ഒന്ന് പെടുത്തി തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ എല്ലാവർക്കും അഭിനന്ദനം. നമുക്ക് മറന്നുപോയ ചിലരുണ്ട് ഈ റോഡ് പണിയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. ഈ റോഡ് പണിയുടെ നിയമ പോരാട്ടം നടത്തിയ ഒരുപടി ആൾക്കാരുണ്ട്. മനയാജി ജോർജ് ചേട്ടന്, ഉറുമ്പള്ളൂര് മൂപ്പൻ മോഹനൻ ചേട്ടന്, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ രാജീവന്, അതേപോലെ തന്നെ ദേവദാസ്, അതുപോലെ തന്നെ കോൺട്രാക്ടർ ബാലൻ അടക്കം ഒരുപടി ആൾക്കാർ ടോമിച്ചേട്ടന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ, അത് വർഷങ്ങളുടെ ശ്രമഫലമായിട്ട് പലവിധ ആളുകളുടെ നിയമ പോരാട്ടങ്ങളും ഇതിനു മുമ്പ് കുറിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടനവധി ആളുകളുടെ നിയമ പോരാട്ടങ്ങളുണ്ട്. ജനപ്രതിനിധികളുടെയും മാറി വന്ന സർക്കാരുകളുടെയും എല്ലാ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രാവർത്തികമാക്കി തന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും, അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അനുവദിക്കുന്നതിന് ഇടപെടൽ നടത്തിയ നമ്മുടെ ജനപ്രതിനിധിയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു.